PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് GKയിൽ നമ്മൾ ഒഴിവാക്കരുതാത്ത ഒരു ടോപ്പിക്കാണ് കേരള നവോത്ഥാനം. ഇത് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് മാത്രമല്ല, GKയുള്ള ഏതൊരു എക്സാമിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് കേരള നവോത്ഥാനം. ഈ കഴിഞ്ഞ ജൂനിയർ ക്ലർക്ക് എക്സാമിന് 2 ചോദ്യങ്ങളാണ് കേരള നവോത്ഥാനത്തിൽ നിന്ന് ചോദിച്ചത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു ഭാഗം നമ്മൾ പഠിച്ചിരിക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഒന്നാമത്തെ ചോദ്യം, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. സമത്വ സമാജ സ്ഥാപകനാണ് വൈകുണ്ഠസ്വാമികൾ. പന്തിഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. പന്തിഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യ. പന്തിഭോജനം ആരംഭിച്ചത് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ ഗുരുക്കളുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നായിരുന്നു. ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. സർവവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ. സർവവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം അയ്യപ്പൻ, യഥാർത്ഥ നാമം കുഞ്ഞൻപിള്ള. കാഷായം, കമണ്ഡലു എന്നിവയില്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. കാഷായം, കമണ്ഡലു എന്നിവയില്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം. തമിഴ്നാട്ടിലെ വടിവീശ്വരത്ത് നിന്നാണ് ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം കൊല്ലം ജില്ലയിലെ പന്മനയാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം കൊല്ലം ജില്ലയിലെ പന്മന. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നീ സന്ദേശങ്ങൾ ലോകത്തിന് നൽകിയ നവോത്ഥാന നായകൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നീ സന്ദേശങ്ങൾ ലോകത്തിന് നൽകിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. നാണുവാശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റാണ് ശ്രീനാരായണ ഗുരു. ഈഴവ മഹാസഭയ്ക്ക് രൂപം നൽകിയ നേതാവ് ഡോക്ടർ പൽപ്പു. ഈഴവ മഹാസഭയ്ക്ക് രൂപം നൽകിയ നേതാവ് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിനെ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവാണ്. ഡോക്ടർ പൽപ്പുവിനെ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവിതയിലൂടെ പ്രഖ്യാപിച്ച കവി കുമാരനാശാൻ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവിതയിലൂടെ പ്രഖ്യാപിച്ച കവിയാണ് കുമാരനാശാൻ. നമുക്കറിയാം, മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയാണ് കുമാരനാശാൻ. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് കുമാരനാശാൻ. ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രൻ എന്നറിയപ്പെട്ടത് കുമാരനാശാനാണ്. കുമാരനാശാന് മഹാകവി പട്ടം നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. 1922 മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് ആശാന് മഹാകവി പട്ടം നൽകിയത്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവി കുമാരനാശാൻ. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവിയാണ് കുമാരനാശാൻ. ആശയ ഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് കുമാരനാശാനാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെട്ടതും മന്നത്ത് പത്മനാഭനാണ്. നമുക്കറിയാം, എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. NSSന്റെ സ്ഥാപകൻ
മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. NSSന്റെ ആദ്യ പ്രസിഡന്റ് കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പനാണ് NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ്. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് പരമു പിള്ളയാണ്. NSSന്റെ രൂപീകരണത്തിന് മാതൃകയായത് സെർവൻറ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സെർവൻറ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് NSS രൂപീകരിച്ചത്. സെർവൻറ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ട ആദ്യത്തെ പത്രാധിപർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ട ആദ്യത്തെ പത്രാധിപർ ആണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ. എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ തൂലികാനാമമായിരുന്നു കേരളൻ. വൃത്താന്ത പത്രപ്രവർത്തനം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഈ ഒരു കൃതിയാണ് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. വൃത്താന്ത പത്രപ്രവർത്തനം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനിയെ നാടുകടത്തിയ ദിവാനാണ് C. രാജഗോപാലാചാരി. ആ സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ യോഹന്നാൻ. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം. അഭിനവ കേരളം എന്നത് ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ നമുക്കറിയാം പ്രീതിഭോജനം നടത്തിയത് ഇദ്ദേഹമാണ്. 1927 പ്രീതിഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. അരയ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. കായൽ സമ്മേളനം, പ്രസിദ്ധമായ കായൽ സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നാണ് ലാസ്റ്റ് ജൂനിയർ ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. വേമ്പനാട്ട് കായലിലാണ് അദ്ദേഹം കായൽ സമ്മേളനം വിളിച്ചുകൂട്ടിയത്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെട്ടത് പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെട്ടത് പണ്ഡിറ്റ് KP കറുപ്പൻ. കവിതിലകൻ എന്നറിയപ്പെട്ടതും പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പന് കവിതിലകൻ എന്ന ബഹുമതി നൽകിയത് കൊച്ചി രാജാവാണ്. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോൻ. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോൻ. സഹോദയ സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. സഹോദയ സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. സഹോദയ സംഘത്തിൻ്റെ മുഖപത്രമാണ് സഹോദരൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച പത്രമാണ് യുക്തിവാദി. യുക്തിവാദി എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാണ് സഹോദരൻ അയ്യപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയനാണ് കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ കേളപ്പൻ, കേരള ഗാന്ധിയാണ്. പത്മശ്രീ നിരസിച്ച മലയാളി എന്നറിയപ്പെടുന്നത് കേളപ്പനാണ്. ജീവിത സമരം എന്ന ആത്മകഥ രചിച്ചത് C. കേശവൻ.
തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ നേതാവായിരുന്നു സി കേശവൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിത സമരം. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലഘുലേഖനത്തിൻ്റെ കർത്താവ് വി ടി ഭട്ടതിരിപ്പാട്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലഘുലേഖനത്തിൻ്റെ കർത്താവ് വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. സ്വന്തം പിതാവിൻ്റെ മൃതദേഹം ഒറ്റയ്ക്ക് പട്ടടയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയത് ആരാണ് എന്നാണ് ലാസ്റ്റ് ജൂനിയർ ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. അത് വി ടി ഭട്ടതിരിപ്പാടാണ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കിനാവും കണ്ണീരും. കിനാവും കണ്ണീരും എന്ന ആത്മകഥ രചിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. തൃശൂർ മുതൽ ചന്ദ്രഗിരി നദീതീരം വരെ യാചനാ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് വി ടി ഭട്ടതിരിപ്പാടാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു എ കെ ഗോപാലൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടത് എ കെ ഗോപാലനാണ്. എ കെ ജി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1990-ലാണ്. എ കെ ജി കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച വർഷം 1936. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ കെ ജി. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്, ദൈവമൊന്ന് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വച്ചത് വൈകുണ്ഠസ്വാമികൾ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകമൊന്ന്, ദൈവമൊന്ന് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് വൈകുണ്ഠസ്വാമികൾ. 1-1 എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജാതി വേണ്ട 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 എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. മാറിപ്പോവരുത്. അതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടത് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടത് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1932. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയ സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. തുലാമ്പത്ത് സമരം എന്നറിയപ്പെട്ടത് പുന്നപ്ര വയലാർ സമരമാണ്. പൊതുനിരത്തുകളിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വഴി നടക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുനിരത്തുകളിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വഴി നടക്കുന്നതിന് വേണ്ടി നടത്തിയ സമരം. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ജി പി പിള്ള. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ജി പി പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖനം എഴുതിയത് ജി പി പിള്ള. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖനം എഴുതിയത് ജി പി പിള്ള. മോക്ഷപ്രദീപം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷപ്രദീപം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. പുരുഷസിംഹം എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. സൗന്ദര്യ ലഹരി രചിച്ചത് ശ്രീ ശങ്കരാചാര്യർ. സൗന്ദര്യ ലഹരി രചിച്ചത് ശ്രീ ശങ്കരാചാര്യർ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. വേദാധികാര നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത് മങ്കട കൃഷ്ണവർമ്മ. മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത് മങ്കട കൃഷ്ണവർമ്മ. സഖാവ് എന്ന് ആദ്യമായി അറിയപ്പെട്ട വ്യക്തി പി കൃഷ്ണപിള്ള. സഖാവ് എന്ന് ആദ്യമായി അറിയപ്പെട്ട വ്യക്തി
പി കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രമണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രമണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള. യുക്തിവാദി എന്നറിയപ്പെടുന്നത് എം സി ജോസഫ്. യുക്തിവാദി എന്നറിയപ്പെടുന്നത് എം സി ജോസഫ്. മുന്തിരിക്കിണർ, മണിക്കിണർ, സ്വാമിക്കിണർ എന്നിവ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഷൺമുഖദാസൻ എന്ന് തൈക്കാടയ്യ വിശേഷിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളെയാണ്. ഷൺമുഖദാസൻ എന്ന് തൈക്കാട് അയ്യ വിശേഷിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളെ. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ഇത് ആരുടെ വാക്കുകളാണ്? ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ഇത് ആരുടെ വാക്കുകളാണ്? വാഗ്ഭടാനന്ദൻ്റെ പ്രശസ്തമായ വാക്കുകളാണ് ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്നത്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെട്ടത് ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെട്ടത്. ആരുടെ ഭരണകാലമാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെട്ടത്? ആരുടെ ഭരണകാലമാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെട്ടത്? സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം. തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായ്. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്